ഇടുക്കി അടിമാലിയിൽ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവർ പ്രതിഷേധ സമരത്തിൽ. കരാർ കമ്പനിയുടെ യാർഡിന് മുന്നിൽ കുടിൽകെട്ടി സമരം രണ്ടാം ദിവസവും തുടരുകയാണ്. അർഹമായ നഷ്ടപരിഹാരം ലഭിക്കും വരെ സമരപ്പന്തലിൽ തുടരുമെന്ന് ഇവർ പറയുന്നു. ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസമുണ്ടായ മണ്ണിടിച്ചിലാണ് ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായ ഒരു മണ്ണിടിച്ചിലായിരുന്നു. അതിന് കാരണമായത് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് അത് സംഭവിച്ചതെന്നുള്ളത് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തലുകളൊക്കെയും അധികാരികൾക്ക് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അവിടെ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ₹1 പോലും ലഭിക്കാതെ അവർ വിഷമത്തിൽ കഴിയുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി കരാർ കമ്പനിക്ക് മുമ്പിൽ അവർ സമരം തീർക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അവരിവിടെ കുത്തിയിരിക്കുകയാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അവർ അസുഖബാധിതരായിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും ഇവിടെ കുത്തിയിരുന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് അധികാരികൾ അവസാനമായി പറയുന്നത്? MP കനിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമുള്ളെങ്കിൽ MP വിളിച്ച ആ പ്രശ്നമൊന്ന് തീർത്തു തന്നാൽ മതി. MPയോ കളക്ടർ സാറോ തീരുമാനിക്കാതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ല. ഞങ്ങൾ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു തീരുമാനം ആക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും പിരിച്ചുവിട്ടത്. അതിനുശേഷം ഈ 3 കഴിഞ്ഞ് 3.5 മാസമായപ്പോഴാണ് ഞങ്ങൾ ഇത്രയും മുറവിളി കൂട്ടുന്നത്. ഇതുവരെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ മണ്ണിടിഞ്ഞ് പോകുന്നതിന് ശേഷം ഞങ്ങൾ ഒരന്തി കിടന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഒരന്തി സമാധാനമായിട്ട് ഞങ്ങളുടെ കണ്ണടയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിന് ഞങ്ങൾക്കൊന്ന് കണ്ണടച്ച് സമാധാനമായിട്ട് ഉറങ്ങണം. ഞങ്ങളുടെ ചെറിയ കുടിലുകളാണെങ്കിലും ഞങ്ങൾ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ഒരു നേരത്തെ അന്നത്തിന് ഞങ്ങൾ ഇന്ന് വരെ ബുദ്ധിമുട്ടിയിട്ടില്ല. ആ ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്ക് അന്നം കൊടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടുക, ഞാൻ വിഷമിക്കുക. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇതിന്ന് കരകയറ്റി തരണം. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. മോളെ സ്കൂളിൽ പോയില്ല? പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ ഞങ്ങൾക്ക് വീട് സ്ഥലം കിട്ടാൻ സ്കൂളിലും വീട്ടിലും പോവുകയില്ല. ഈ അധികാരികൾ അവസാനം എന്താണ് പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് അതിന് പണം നൽകേണ്ടത് ദേശീയപാത അതോറിറ്റി ആണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കരാർ കമ്പനിയാണ് അതിൽ ഇടപെടേണ്ടത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഭീമമായൊരു തുക ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിൻ്റെ സ്കീം എന്താണ് എന്ന് പറഞ്ഞ് ഈ ആളുകളുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളൊരു ബാധ്യത ഈ NHAയ്ക്കില്ലേ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കില്ലേ? ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. മണ്ണിടിഞ്ഞ് ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ഇവർക്ക് അറിയത്തുള്ളൂ. ഇവർ നിലവിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നവന്മാർ പുറത്തോടെ ഇറങ്ങി കിടക്കുകയും മരിച്ച ആളുകൾ ഒളിച്ചു താമസിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇനി ഈ സമരം എത്ര ശക്തമായ രീതിയിൽ കൂടെ നടത്തണോ, EKK കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ നാഷണൽ ഹൈവേയുടെ ഒരു പ്രവർത്തനവും ഇവിടെ നടത്താത്ത രീതിയിലേക്കുള്ള സമരവുമായിട്ട് ഈ സമരസമിതി മുന്നോട്ട് പോകും. ഒന്നല്ലെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഉറപ്പുകൾ മാത്രമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ആ ഉറപ്പുകൾ ആ പേപ്പറിൽ അവിടെ കിടക്കാതെ അത് പാലിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് വന്നില്ല എങ്കിൽ ശക്തമായ സമരവുമായി അവർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവരിപ്പോൾ അറിയിക്കുന്നത്.